ബഹുമാന്യരായ വൈദികരെ, മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി നടത്തുന്ന ഈ സഹന ഉപവാസ യജ്ഞത്തിൽ പങ്കെടുക്കുവാനായിട്ട് സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതായ വിശ്വാസികൾ, കോലഞ്ചേരി പള്ളിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു കോടതി വിധി ഉണ്ടായിട്ടും ആ കോടതി വിധി നടപ്പാക്കിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നതായ അവസരത്തിൽ യാതൊരു നിയമസംഹിതകളും പാലിക്കാത്ത ഒരു കൂട്ടം ആളുകൾ അത് നടപ്പാക്കുന്നതിന് എതിരായിട്ട് തടസ്സം സൃഷ്ടിച്ച് നിൽക്കുന്നതായ അവസരത്തിൽ പോലീസ് അധികാരികളും ഗവൺമെൻറ്റും ഒന്നും യാതൊരു അവകാശവുമില്ലാതെ തടസ്സം സൃഷ്ടിക്കുവാൻ നിൽക്കുന്നവരെ മാറ്റി നിർത്താതെ യഥാർത്ഥ അവകാശികളായ നമുക്ക് പലപ്പോഴും ആ അവകാശം നിഷേധിക്കുന്നതായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഈ ഉപവാസത്തിലേക്ക് പ്രവേശിച്ചത്. ഇന്നലെ ഞായറാഴ്ച രാവിലെ ഈ വിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ടുള്ള എല്ലാ അവകാശവും ബഹുമാനപ്പെട്ട അഭിവന്യ സെവേറിയോസ് തിരുമേനി നിയമിച്ച ഈ പള്ളി വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛനും സഹവികാരി അച്ഛനും ഉണ്ടായിരുന്നതാണ്. എന്നാൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതായ സമയത്ത് അവരിവിടെ വന്നപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതായ ഒരു നയമാണ് പോലീസ് എടുത്തത്. അതിലുള്ളതായ അഗാധമായ ദുഃഖവും പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് വൈകുന്നേരം ഇവിടെ കൂടിയ ജനങ്ങളോടൊരുമിച്ച് വൈദികരോടൊരുമിച്ച് പരിശുദ്ധ ബാവ തിരുമേനിയും അഭിവന്യ തിരുമേനിമാരും ഉപവാസം ആരംഭിച്ചത്. ഇന്നലെ വൈകുന്നേരം തന്നെ ഈ ഉപവാസത്തിൻ്റെ ഫലമായിട്ട് കോലഞ്ചേരി പള്ളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ യോഗം വിളിച്ചിരുന്നു. ഇന്ന് രാവിലെ 10 മണി മുതൽ ആരംഭിച്ച യോഗമാണ്. അത് തീർന്ന് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വരെ വന്ന സമയം ആയിട്ടേ ഉള്ളൂ. അതായത് ഇത്രയധികം ദീർഘമായിട്ടുള്ളതായ ചർച്ചകളാണ് അവിടെ നടന്നത്. 2 വട്ടം ഇരു കൂട്ടരുമായിട്ട് ജില്ലാ കളക്ടറും ആലുവ പോലീസ് SP-യും അതുപോലെ തന്നെ RDO-യും എല്ലാവരും ചേർന്ന് ചർച്ചകൾ നടത്തി. എന്നാൽ ശരിയായിട്ടുള്ള ഒരു ഫലപ്രാപ്തിയിൽ ആ ചർച്ച എത്തിയില്ല എന്നുള്ളതായ ഖേദവും ദുഃഖവും അറിയിക്കുവാണ് ഈ അവസരത്തിൽ. ചില നിർദ്ദേശങ്ങൾ ഇരുവിഭാഗത്തെയും കേട്ടതിന് ശേഷം കളക്ടർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. കോലഞ്ചേരി പള്ളിയും അതിൻ്റെ വസ്തുക്കളും അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അവകാശപ്പെട്ടതാണ്. അപ്രകാരമാണ് കോടതി വിധിയുള്ളത്. ഇതെല്ലാം 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പള്ളിയുടെ താക്കോൽ നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛൻ്റെ പക്കൽ ഉണ്ട് താനും. എന്നിട്ടും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഈ കാര്യങ്ങൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഇവ അനുഭവിക്കുവാൻ സാധിക്കുന്ന അത്രയും കാലം പരിശുദ്ധ ബാവ തിരുമേനി ഇവിടെ നിന്ന് എഴുന്നേൽക്കുകയില്ല. ഇതാണ് നമ്മുടെ തീരുമാനവും നമ്മുടെ ലക്ഷ്യവും. അത് പ്രാപിക്കുന്നത് വരെ അതിൻ്റെ ഇടയിൽ എന്ത് ചെറിയ നിർദ്ദേശങ്ങൾ തന്നാലും അതൊന്നും പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കുകയില്ല. തുടർന്നുള്ളതായ കാര്യങ്ങൾ എന്തായിരിക്കണമെന്ന് അഭിമന്യരായ തിരുമേനിമാരോട് ആലോചിച്ച് ഒരു അന്തിമ രൂപം തയ്യാറാക്കി നിങ്ങളെല്ലാവരെയും എത്രയും വേഗം അറിയിക്കുന്നതാണ്. ഇന്ന് നടന്ന ചർച്ചകളിൽ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊന്നും പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കാത്തതായതുകൊണ്ട് അതിനെക്കുറിച്ചും വിശദമായ ചർച്ചകൾ ഇപ്പോൾ നടത്തി കൃത്യമായ വിവരങ്ങൾ എത്രയും വേഗം എല്ലാവരെയും അറിയിക്കുന്നതാണ്. തൽക്കാലം നമ്മുടെ ഈ ഉപവാസ സഹന സമരം ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുവാൻ നമ്മൾ തീരുമാനിച്ചു. अच्छा अच्छा अच्छा
ഒരു